ഇപ്പോൾ എല്ലാ സ്ഥലത്തും ചൂട് വളരെ കൂടുതലാണ്. ഈ സമയത്ത് പ്രായമായവരിലും കിടപ്പ് ആയിട്ടുള്ള രോഗികളിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പൊതുവെ അത് വരാനുള്ള കാരണങ്ങളിലൊന്ന് വെള്ളം കുടിക്കുന്നത് കുറയുക, ആ സമയത്ത് തന്നെ യൂറിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അതുപോലെ തന്നെ മറ്റൊന്നാണ് കറക്റ്റ് സമയത്ത് യൂറിൻ പാസ് ചെയ്യാത്തത്. മൂത്രം നമ്മൾ പിടിച്ചു വയ്ക്കുമ്പോൾ അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകുന്നതും ഇതിൻ്റെ മറ്റൊരു റീസണാണ്. ഈ യൂറിനറി ഇൻഫെക്ഷന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡെയിലി ടിപ്സുകളാണ്. ഒന്ന്, ഹൈഡ്രേഷൻ, അതായത് കൃത്യമായി വെള്ളം കുടിക്കുക എന്നുള്ളത്. ദിവസത്തിൽ 2 മുതൽ 3 ലിറ്റർ വെള്ളം വരെ നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കാവുന്നതാണ്. പക്ഷേങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥയിലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രമാണ് നമ്മൾ ഈ വെള്ളം കൊടുക്കാവുന്നത്. അത് ORSO, നാരങ്ങ വെള്ളമോ കരിക്കൻ വെള്ളമോ ഒക്കെ നമുക്ക് പേഷ്യൻസിന് കൊടുക്കാവുന്നതാണ്. ഈ വെള്ളം കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് അളവിലുള്ള വെള്ളം, കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇവർക്ക് വെള്ളം കൊടുക്കുവാൻ. കൃത്യമായി ഇവർ ഇത്രയും വെള്ളം അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ശരീരത്തിൽ എത്തിയെന്ന് അവരെ പരിചരിക്കുന്നവർ ഉറപ്പാക്കേണ്ടതാണ്.